അപ്പോൾ അത് ആ കയറി വിട്ടില്ല. അങ്ങനെ ആ ഓളത്തിൽ കൊണ്ടുവന്നിട്ട് ആ വെള്ളം വള്ളത്തെ ഊക്കോടുകൂടെ എന്ത് ചെയ്തു, താഴോട്ട് ഒഴുകാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവനോട് ഇരിക്കില്ല. ആ ചിനാബ് നദിയിലെ ഒഴുക്കിൽപ്പെട്ട് എവിടെയോ ഞങ്ങൾ ഒഴുകി പോകുമായിരുന്നു. ആറ്റിലെ ആപത്ത് അത് പറഞ്ഞ. അപ്പം ചിനാബ് നദിയുടെ ചുറ്റുപാടുമാണ്, അക്കരയും ഇക്കരയുമായിട്ടാണ് നമ്മുടെ ഗ്രാമങ്ങളെല്ലാം വളരുന്നത്. കാരണം ചിനാബ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിനാബിൻ്റെ ഇപ്പുറം റിയാസി ആണെങ്കിൽ അപ്പുറമാണ് മറ്റുള്ള ഗ്രാമങ്ങൾ, നമ്മൾ സുവിശേഷത്തിലേക്ക് വേണ്ടി പോകുന്ന ഗ്രാമങ്ങളെല്ലാം. അപ്പം നദി ക്രോസ് ചെയ്യാൻ വേണ്ടി അന്ന് ആർപ്പാർ അങ്ങേ അറ്റത്തെ ഒരു ചരട് കെട്ടും, ഒരു കയറ് കെട്ടും. അത് ഇക്കേ കയറിലുള്ളതായ ഒരു മരത്തെ ആ കയറ് കെട്ടും. ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് ഈ വള്ളം കൊണ്ടുപോകേണ്ടത്. കാരണം അവിടെ ഒഴുക്ക് അത്രയും ഉള്ളതുകൊണ്ട് നമ്മുടെ കഴുക്കോല് അല്ലെങ്കിൽ നമ്മൾ വള്ളം തുഴയുവാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ഈ കയറിൽ പിടിച്ച് വലിച്ചാണ് അക്കരെ ഇക്കരെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിച്ചു. അങ്ങനെ ഞാനും ബലിറാം എന്ന് പറയുന്നതായ ഒരു സഹോദരൻ കൂടെ കർത്താവിൻ്റെ വേല കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഈ വള്ളത്തിൽ കയറി കയറ് വലിച്ച് വന്ന് ഏകദേശം ഇക്കര റിയാസിയിലുള്ളതായ ആ കരയിൽ അടുക്കാറായപ്പോൾ, ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ ദൂരമുള്ളപ്പോൾ കയറ് പൊട്ടിപ്പോയി. ആ ഒഴുക്കിൽപ്പെട്ട് വള്ളം ഒഴുകാൻ തുടങ്ങി. ദൈവാധീനം പോലെ റിയാസി സൈഡിലുള്ളതായ ആ കയർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കയറി വിട്ടില്ല. അങ്ങനെ ആ ഓളത്തിൽ കൊണ്ടുവന്നിട്ട് ആ വള്ളത്തെ ഊക്കോടുകൂടെ എന്ത് ചെയ്തു, താഴോട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ കയറി വിട്ടില്ല. ആ കയറി വിടാതിട്ട് ആ വള്ളം അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് അവസാനം വന്ന് താഴെയുള്ളതായ ഏകദേശം 1/2 കിലോമീറ്റർ താഴെയുള്ള ഒരു എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 10, 20, 30 മീറ്റർ താഴെയുള്ളതായ ഒരു മല മടങ്ങിലേക്ക് പോയി അത് തറച്ചു. അത് ഇറക്കി. അപ്പോൾ അത് ആ വള്ളം അവിടെ കിടന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, അത് ആ കയറ് അവിടെ ഉള്ളതായ ഒരു കുറ്റിയെ കെട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് തിരിച്ച് ഞങ്ങൾ റിയാസിക്ക് വേണ്ടി നടന്നു കയറി വന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം ആ കയ്യിലുള്ളതായ ആ ചരട് ഞങ്ങളുടെ ഇല്ലായിരുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ജീവനോട് ഇരിക്കില്ല. ആ ചിനാബ് നദിയിലെ ഒഴുക്കിൽപ്പെട്ട് എവിടെയോ ഞങ്ങൾ ഒഴുകി പോകുമായിരുന്നു. അങ്ങനെയുള്ള ആ വലിയൊരു ആപത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ കരടികളുടെ മുമ്പേ വന്നല്ലോ, കരടികളുടെ ശല്യം.